ആക്കി തരുകയും ചെയ്യും. ഇവിടെ അത്തരത്തിലല്ല. ഇവിടെ ഒരു ഓഫീസർ ഒരു RTO ഓഫീസിലേക്ക് ലൈസൻസിന് വേണ്ടി തീരെ നിരക്ഷനായ വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ലൈസൻസിന് വേണ്ടി RTO ഓഫീസിൽ എത്തുകയാണ്. അപ്പോൾ RTO ഓഫീസിലുണ്ടായ ഒരു സംഭവം ഞങ്ങൾ ഇവിടെ ആക്ഷേപഹാസ്യത്തിൽ അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ, നിരക്ഷനായ ഒരു ചെറുപ്പക്കാരൻ. അല്ല, നല്ല ഉറക്കാണല്ലോ മൂപ്പര്. അല്ല, രാവിലെ തന്നെ ഓഫീസും തുറന്നു വെച്ച് നല്ല ഉറക്കാണ്. നക്കി തുടച്ചാണ് ഉറങ്ങണേ. പനന്തങ്ങ പോലത്തെ ഒരു മോന്തേ. അല്ല, വാഹനപരമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം തന്നെയാണ്. സ്കൂട്ടറൊക്കെ പോണ്ട്. ഫുള്ള് വിറ്റാണ് ഇയാള്. ഇവിടുന്ന് നല്ലത് കൊടുക്കണേ. അല്ല, ചെള്ള കുത്തിന് നമുക്ക് കൊടുക്കുന്ന ഇവിടുന്ന് തന്നെ. ഇയാളെപ്പം എന്തെന്നാ വിളിക്കുക? ജനറേറ്ററോ എന്തെന്നാ ഇയാള് വിളിക്കുക? മൊലാലിയെ, മൊലാലി തന്നെ വിളിക്കുക. മൊലാലിയെ, വെള്ളക്കുപ്പായോ കോട്ടു. മൊലാലിയെ, മൊലാലിയെ, ഇതെന്താ ലക്കമ്മ ഇറക്കാണ്? നല്ല ഉറക്കാണല്ലേ? നല്ല കുറച്ച് ഓവർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു തന്നെ. പിന്നെന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? അസ്സലാമലൈക്കും. നമസ്കാരം. അതായാലും മതി. പിന്നെന്തൊക്കെയാണ്? എന്തൊക്കെയാണ് താനെന്തിനെ അങ്ങോട്ട് വന്ന്? വെറുതെ എങ്ങനെ വന്നാണ്? വെറുതെ വരാനുള്ള സ്ഥലം അത്. അല്ല, ഇവിടെ തന്നെയല്ലേ ഇത് കൊടുക്കണേ? എന്ത് കൊടുക്കണേ? ഇവിടെ വണ്ടി ഓടിക്കുമ്പോ കൊണ്ടെടുക്കണേ. വണ്ടി ഓടിക്കുമ്പോ ഈ മഞ്ഞക്കടലാസ്. മഞ്ഞക്കടലാസ്? അല്ല, ലൈസൻസ് കൊടുക്കണത്. ലൈസൻസ് കൊടുക്കണേ. ലൈസൻസ് കൊടുക്കണ എവിടെയാണ്? പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ പണ്ടൊക്കെ RTO ഓഫീസ്. പുറത്ത് ബോർഡ് കണ്ട് അയത്ത് വന്നപ്പോ ഒരു സംശയം. നിങ്ങൾ നല്ല ഉറക്കാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓവർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് താനെന്താണ് അങ്ങോട്ട് വന്ന്? വന്നത് ഫുള്ള് വിറ്റാണ്. ഫുള്ള് വിറ്റാണ്. ഞാൻ കൊയിലാണ്ടിന്ന് വടകരക്കിന്റെ MIT ഇങ്ങനെ അടിച്ച് മിഞ്ചിങ്ങനെ വരികയാണ്. ഫുള്ള് സ്പീഡിലാണ് വരുന്നത്. ഇവിടെ മൂരാട് പാലല്ലേ, സംഗതി ഫുള്ള് വിറ്റാണ്. മൂരാട് പാലത്തിന്റെ അടുത്ത് എത്തിയപ്പോ ഫുള്ള് വിറ്റി. എന്തേ? ഒരു പോലീസുകാരൻ എന്റെ വണ്ടിക്ക് കൈകാട്ടി ലിഫ്റ്റ് വെച്ചായിരിക്കും. ഫുള്ള് വിറ്റ്. ഇത് തന്നെയാണ് ഞാനും വിചാരിച്ച ലിഫ്റ്റ് വെച്ചേക്കുന്നത്. എന്നിട്ട് സൈഡാക്കി കേൾക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് പോലീസുകാരൻ എന്നോട് ഇറങ്ങടാന്ന്. എന്റെ വണ്ടീന്റെ മോളിൽ എന്നോട് ഇറങ്ങാന്. അതും എടാന്ന്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ബാപ്പ വരെ എന്നെ എടാപോടാന്ന് വിളിച്ചിട്ടില്ല. എന്നിട്ടല്ലേ പോലീസുകാരൻ വിളിക്കണേ? അതിന്റെ കുറവാണല്ലോ. ഞാൻ പിന്നെ നമ്മള് ഡിസിപ്ലിൻ വിട്ട് കളിക്കരുത്. അതിന്റെ പേരില് വണ്ടി സൈഡാക്കി ഒന്ന് കുളൂസ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തു. എങ്ങനെ ഇറങ്ങി കൊടുത്ത്? ഒന്ന് ചാടി ഇറങ്ങിയാണ്. കുളൂസാക്കി ഇറങ്ങാൻ പറഞ്ഞു മനസ്സിലായോ? സാവധാനത്തിലാണ്. സാവധാനത്തിൽ ഇറങ്ങിയ ബാക്കി പറഞ്ഞു. പോലീസുകാരൻ വിടുന്നോ? പോലീസുകാരൻ എന്നോട് എടുക്കടാ. എന്നാണ് ഞാനും ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എന്തേന്ന്? ലൈസൻസ് എടുക്കടാന്ന്. എനിക്കുണ്ടത് ഇല്ലേ? എനിക്കിത് പ്രസവത്തിലേ ഇല്ലല്ലോ. എന്റെ ഉമ്മയും ബാപ്പ എപ്പോഴും പറയാം എനിക്ക് ലൈസൻസ് ഇല്ലാത്ത കളിയാണ്, ലൈസൻസ് ഇല്ലാത്ത കളിയാണെന്ന്. എനിക്കും ബാപ്പക്കും ലൈസൻസ് ഇല്ല. ബാപ്പക്കില്ല. ബാപ്പക്ക് പണ്ടേ ലൈസൻസ് ഇല്ലാത്ത കളിയാണ്. അതാണ് ഉമ്മച്ച് കുടുങ്ങിപ്പോയേ. എങ്ങനെയാണ് ലൈസൻസിലാണ് വണ്ടി ഓടിക്കുക? കള്ള ഹിമാറ റോഡോന്റെ ബാപ്പാന്റെ തറവാട് സ്വത്താണ്ട പോലീസുകാരൻ എന്റെ നേരക്ക് 4 ചാട്ടോ. എന്റെ കൈ ഇങ്ങനെ തെരച്ച് വന്നാണ്. ഒഴിവാക്കിയാൽ നല്ല ഹൈറ്റും പറ്റുള്ള പോലീസുകാരനാണ്. നമ്മളെന്താ കുന്നിക്കുരുമണി മാരിയല്ലേ? അതുകൊണ്ട് വെക്കാം. ഞാൻ പറഞ്ഞു പോലീസുകാരെ ഫുള്ള് വിറ്റ്. എത്ര കാലം നമ്മൾ ബാപ്പച്ചും വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ലൈസൻസിന്റെ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്കത് നിർബന്ധമായിട്ട് എവിടുന്ന് കിട്ടും? നമ്മള് ബാപ്പച്ച് കുറെ കാലമായി വണ്ടി ഓടിക്കുന്നത്. ലൈസൻസിന്റെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് എവിടുന്ന് കിട്ടും ചോദിച്ചു. അപ്പൊ പോലീസെല്ലാം പറഞ്ഞ് ലൈസൻസിൽ വണ്ടി സൈഡാക്ക് നേരെ വിട്ട് RTO ഓഫീസിലേക്ക്. അവിടെ നിന്നാണ് ലൈസൻസ് കൊടുക്കുന്നത്. അവിടെ പോയിട്ട് ലൈസൻസ് വാങ്ങി കൊണ്ടുവന്നിട്ട് വണ്ടി എടുത്താൽ മതി. അങ്ങനെ വന്നാണ്. ഒരു 10-12 ലൈസൻസ് തൊട്ടെ. 10-12 ലൈസൻസോ? അല്ല, ഒരു ലൈസൻസ് നിങ്ങൾ എത്തിരിക്കും കൊടുക്കും. ലൈസൻസ് കച്ചവടമാക്കാൻ വന്ന നിങ്ങളെ വില പറഞ്ഞാളി. അങ്ങനെ കണ്ട ആപ്ലോപിക്കുന്ന ലൈസൻസ് കൊടുക്കാൻ അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആയിരിക്കും സുഖല്ലാന്ന് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ പാസ്സാണ്. പരീക്ഷയൊക്കെ ഉണ്ട്. അതൊന്നും ശരിയല്ലോ. നമ്മൾ പയ്യ 4ാം ക്ലാസ് ആണ്. 8th ലെവലാവില്ല, കൈ വരച്ചുള്ളൂ. 8th ലെവലാവില്ല, കൈ വരച്ചുള്ളൂ. തനിക്ക് 8 എഴുതാൻ അറിയോ? നിങ്ങൾ എന്താ ആളെ
ഇൻസൾട്ട് ചെയ്യാണ്. എട്ടൊക്കെ നല്ല കുളൂസിൽ അന്തസ്സായിട്ട് നമ്മൾ ചെയ്തു. നമ്മളും പഠിച്ചിക്ക് 4ാം ക്ലാസ്സിൽ എഴുതട്ടെ മാണെങ്കിൽ 88 കുളൂസിൽ കണ്ട വേണമെങ്കിൽ കുളൂസിൽ 88 കൈ കൊണ്ടല്ലോ വണ്ടി കൊണ്ടിട്ട് ഇതാണ് അറിയാന്ന് വെച്ചു. വണ്ടി കൊണ്ട് ഇട്ട് ചെയ്ത് വണ്ടി എന്താക്കാറില്ല സെൻസിലോ ഇവിടെ വണ്ടി കൊണ്ട് എട്ടുന്ന രീതികളൊക്കെ ഈ ആർട്ട് ഓഫീസിലുണ്ട്. സാങ്കല്പികമായ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അതിന് കറക്റ്റ് ആയി മറുപടി പറഞ്ഞാൽ മാത്രമേ തനിക്ക് ലൈസൻസ് തരാൻ പറ്റൂ. ഫുള്ള് വിറ്റ് ഒരു ചോദ്യത്തിന് കളിയാണ്. സങ്കല്പമായിട്ട് നമ്മളോട് കുറച്ച് ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞാൽ ലൈസൻസ്. സാങ്കല്പികമായ ചോദ്യങ്ങളായിരിക്കും. അതിന് കറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞാൽ മാത്രമേ തനിക്ക് ലൈസൻസ്. അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കാലോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാൻ. അല്ല അതൊക്കെ പോട്ടെ, തന്റെ പേരെന്താ? നമ്മുടെ പേര് അലി. ബാപ്പാന്റെ പേരോ? പേര് മമ്മാലി. എവിടെയാ സ്ഥലം? ദൂരെയാണ്, ബംഗാളി. എന്താളെ അളക്കാൻ വന്ന? അല്ലട കന്നല്ലി. വീട്ടിൽ നിന്ന് ബാപ്പാനെ വിളിക്കുമ്പോൾ വിളിച്ചു. ബാപ്പാനെ വിളിക്കുമ്പോൾ ആർട്ടിവസം വിളിച്ചത് ഞാൻ ആർട്ടിവസിലാണ്. ചൂടായി. തനിക്ക് എന്താണ് ജോലി? നമുക്ക് മീൻ കച്ചവടം. മീൻ കച്ചവടം പറയുമ്പോൾ ചൊണ്ണൊക്കെ ഒരു തിരിച്ചല്. മീൻ കച്ചവടാണല്ലോ. ഫോണ് ശുക്കൂറാണ് വിളിക്കണത്. നമ്മള് നല്ലോണം വൈകിക്കണല്ലോ. നമ്മളെ ചെങ്ങയ്യാണ് ശുക്കൂർ. നിന്നും പോയ പണ്ടാരടങ്ങാന്. എന്ത് ശുക്കൂറാണോ? അല്ലക്കമില്ല ശുക്കൂറാണ്. ശുക്കൂറാണ്. എവിടെയല്ലേ? കട്ടപ്പുറത്തോ? ഫുള്ള് വിറ്റ് എന്നെ പോലീസ് ഇടിച്ചു. കൊല്ല വടകരയ്ക്ക് വരുന്നു. മൂരാട് പാലത്തിന്റെ അടുത്ത് വെച്ചിട്ട്. മൂരാട് പാലല്ല, അപ്പുറത്തുനിന്ന് ഒരു അലക്കമല്ല പോലീസുകാര്. എനിക്ക് ലൈസൻസ് ഇല്ലല്ലേ. 300 ഉറുപ്പിക വേണ്ടാന്ന് പറഞ്ഞു. ലൈസൻസ് തന്നെ വേണമല്ലേ? പുണ്യാളച്ചനാണ്. മൂപ്പർക്ക് നിർബന്ധം ലൈസൻസ് വേണമെന്ന്. അല്ല എനിക്ക് സാധനം ഉണ്ട്. എനിക്ക് ലൈസൻസ് ഉണ്ട്. ഷാജിക്കോ? ഷാജിക്ക് ലൈസൻസ് ഉണ്ട്. പറയണ്ടേ ചങ്ങന്മാരെ, നമുക്ക് മാത്രമേ ലൈസൻസ് ഇല്ലാത്തല്ലേ. ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്താണല്ലേ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇതിന്റെ പേരെന്താണ്? ആർ ടി ഓഫീസിലാണല്ലേ. ഇവിടെ ഉള്ള ഒരു എന്താണ് വക്കുട്ടി സാറിനോ? ഇല്ലല്ല, 3-4 ചോദ്യമൊക്കെ ചോദിക്കാനുള്ളൂ. ലൈസൻസ് പെട്ടെന്ന് മാന്തി എടുത്ത് തരാൻ അറിഞ്ഞിരിക്കുന്നേ. പിന്നെ അവിടെ ലൈസൻസ് ഇല്ലാത്ത ആരും കൊണ്ട് പറഞ്ഞോളൂ. ഇത് കൊടുക്കുന്ന സ്ഥലത്താണല്ലോ. 3-4 ഒന്നിട്ടങ്ങ് വാങ്ങാലോ. ഒരു നടത്തുന്നേ കിട്ടിയില്ലേ? കട്ടപ്പുറത്തേക്ക് വിട്ടോ. ഒരു കൊട്ട മത്തി എടുത്തിച്ചേക്കണ്ടി. ഇട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് വരുന്നുണ്ട്. ഇത് വേഗം കഴിയോ? അല്ല വെക്കല്ല. കളി എന്തായി? സച്ചിൻ ഔട്ടായി. സച്ചിനൊക്കെ മീൻപണിക്ക് കിട്ടുന്നല്ലേ. തനിക്കെന്തിനാണ് മൊബൈൽ? അങ്ങനെ ചോദിച്ചു. മൊബൈൽ ഇപ്പൊ പണക്കാരി വാപ്പെട്ടോന്നൊന്നുമില്ല. ആയിരിക്കും മൊബൈൽ ഉപയോഗിക്കും. തനിക്കെന്തിനാ മൊബൈൽ? അങ്ങനെ ചോദിക്കും. നമ്മളിപ്പോ നടുക്കടലിൽ ഇങ്ങനെ മീൻ പിടിച്ചിരിക്കുകയാണ്. അന്നേരമാണ് ശുക്കൂറിന്റെ ഫോൺ വരുന്നത്. ആലിന്ന് മത്തി പിടിക്കണ്ട, അയില പിടിച്ചാൽ മതി. കടലൊരു ഭാഗത്ത് മത്തി ഒരു ഭാഗത്ത് അയില ഇങ്ങനെ കൂട്ടിയിട്ടേക്കല്ലേ തോന്നുന്നു പിടിക്കേ. നിങ്ങൾ കടലിൽ പോയിക്കണോ? അല്ല നിങ്ങൾ കടലിൽ പോയിക്കണോ? നീ കടലിലാണോ മീൻ പിടിക്കുക? നമുക്കിപ്പോ കടലിലേക്കൊന്നും പോണ്ടല്ലോ. അങ്ങനെയാണ്. അതെങ്ങനെ? പുതിയ സിസ്റ്റം, കമ്പ്യൂട്ടർ യുഗല്ലേ. പറഞ്ഞുതരാം. ഇപ്പൊ അയിലെ മത്തിക്ക് രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഡോറിന് മുട്ടിയിട്ട് പറയൂ നമ്മളൊക്കെ ഫ്രീ ആയിട്ട് പിടിച്ച് വിറ്റോളിയിരുന്നു. ആളെ ഇളക്കാൻ നിൽക്കരുത്. ചോദ്യം ചോദിച്ചാൽ സാങ്കല്പികമായ ചോദ്യങ്ങളായിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞാൽ മാത്രമേ തനിക്ക്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. നീ നിന്റെ സ്കൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് പോകുന്ന ആളാണ് ഞാൻ. സ്പീഡാണ്. നീ നിന്റെ സ്കൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ആളില്ലാത്ത ലെവൽ ക്രോസ്. ആളെവിടെ പോയി? ഇവിടെ ആളില്ലാത്ത ലെവൽ ക്രോസ് തന്നെ ആളുണ്ടാവില്ല. സങ്കല്പമാണല്ലോ. ഗേറ്റും ഉണ്ടാവില്ല, ഗേറ്റ് മേനും ഉണ്ടാവില്ല. നീ സ്കൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ ആളില്ലാത്ത ലെവൽ ക്രോസ് റെയിലിന്റെ നടുക്ക് വെച്ച് നിന്റെ വണ്ടി അങ്ങോട്ട് ഓഫ് ആയി പോകും. വണ്ടി ഓഫ് ആവില്ല, കണ്ടീഷൻ വണ്ടിയാണ്. സങ്കല്പത്തിൽ ചോദ്യം. റെയിലിന്റെ നടുക്ക് വെച്ച് നിന്റെ വണ്ടി അങ്ങോട്ട് ഓഫ് ആയി പോവാണ്. 9:45 തീവണ്ടി 9:43. നീ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ വണ്ടി ഓഫ് ആക്കുക ലോക്ക് ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇങ്ങനെ ഉന്തി സൈഡിൽ കൊണ്ട് സൈഡാക്കാൻ പറ്റൂല. ഓഫ് ആയി പോയി മാത്രം ലോക്കായി പോയി. അങ്ങനെ വീട്ടിൽ പോണ്ടി വരും. വീട് അടുത്താണ്. ഒരു 5-8 കിലോമീറ്റർ പോകാണ്ട്. 8 കിലോമീറ്റർ. അവിടെ പോയി സദാന്തന് എന്റെ വണ്ടിന്റെ എല്ലാം പണിയെടുക്കുന്ന സദാന്തനാണ്. ഞാൻ ഒന്നെ പറയും സദാന്തന്റെ വണ്ടിങ്ങനെ റെയിലുമിൽ ബ്ലോക്കിൽ കിടക്കാണ് ഇന്നവന്ന് ലെവലാക്കി തരുന്നത്. സദാന്തം വരും, വണ്ടി നന്നൊക്കെ എടുത്തു വിടും. അച്ചിരെന്നെ ചായയെ കുറിച്ച് കിടന്നുറങ്ങിയിട്ടൊക്കെ വന്നാൽ ഇവിടെ അപ്പത്തേക്ക് നിന്റെ വണ്ടി തീവണ്ടി അടിച്ചു പോകും. വണ്ടി ഇവിടെ നമ്മുടെ തീവണ്ടി. ഏത് നമ്മുടെ വണ്ടി? നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തീവണ്ടി. ഏത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ? നമ്മുടെ ഇന്ത്യൻ റെയിൽവേന്റെ വണ്ടി ആണിക്കൊണ്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഞാൻ എന്റെ സ്കൂട്ടർ എടുത്ത് വീട്ടിലെത്തി 3 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി വരില്ല എന്ന്. ഇന്ത്യൻ റെയിൽവേന്റെ വണ്ടിയല്ല, അതിന്റെ സമയമൊക്കെ നമുക്ക് അറിയുന്നതാണ്. എനിക്കൊന്നും പറയാനില്ല. രണ്ടാമത്തെ ടഫുള്ള ചോദ്യത്തിൽ കിടക്കുകയാണ് ഞാൻ. ടഫ് കുറച്ച് ചോദിച്ചാല് നല്ലോണം തുപ്പൽ തെറിക്കണ്ട. അതിനെ വൃത്തികെട്ട
കെട്ട നാറ്റു. ഇയാളെ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഇയാളെ സഹിക്കുന്നത്? രണ്ടാമത്തെ കഠിനമായ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഇതിനെങ്കിലും കറക്റ്റ് മറുപടി പറഞ്ഞത് തനിക്ക് ലൈസൻസ് ഇല്ല. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. നീ നിന്റെ സ്കൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ സ്കൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാദാപുരം ടൗണിൽ കൂടെ നീ സ്കൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ തിരക്ക് കൊണ്ട് നീ നാദാപുരം ടൗണിൽ കൂടെ സ്കൂട്ടർ ഇങ്ങനെ അടിച്ചു വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡും വഴിയോര കച്ചവടക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ സൈഡിൽ കടകളുണ്ട്, ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. അതിനിടയിൽ സ്കൂട്ടർ ഇങ്ങനെ അടിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ പെട്ടെന്ന് ഒരു ആന. എന്തേ അല്ലാതെ നാദാപുരം ടൗണാണ്, പെരുന്നാളിന്റെ തിരക്കാണ്, കണ്ടമാന വാഹനം പോണ്ട്. ഞാൻ എന്റെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകാൻ പെട്ടെന്ന് ബൈയിലാണെന്ന് പറഞ്ഞ ആള് പേടിച്ചില്ലെന്ന്. ബാക്കിൽ പെട്ടെന്ന് ആന മതം പൊട്ടി വരിക തന്നെ. ഏത് മതക്കാരനാണ്? എന്റെ ദൈവം മതം പൊട്ടി വരിക ഭ്രാന്ത് പിടിച്ച് വരികയാണ്. അല്ല, പെരാന്ത് പിടിച്ച ആനാണ് എന്റെ സ്കൂട്ടറിന്റെ പിറകെ ഇങ്ങനെ വരുന്നത്. ഭ്രാന്ത് പിടിച്ച ആന നിന്റെ സ്കൂട്ടർ പിന്നാലെ ഇങ്ങനെ എന്താ തൊട്ടളിക്കാൻ വന്ന അവിടെ? ഞാൻ നിങ്ങൾ കളിക്കുന്നുണ്ട് കളിച്ചാണ്. ആർട്ട് ഹൗസിൽ വന്നിട്ടാ ഞാൻ കളിക്കുമ്പോൾ കളിക്കാൻ വന്നേ. നിങ്ങൾ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നു. തൊട്ടളിക്കാൻ നിൽക്കരുത്, ഓർ സ്മാർട്ടായിരുന്നു കേട്ടോ. കളിക്കില്ല. ആർട്ട് ഹൗസാണിത്, ഓർ സ്മാർട്ടായിരുന്നു. ഞാൻ കളിക്കില്ല. ഇവിടെ ഭ്രാന്ത് പിടിച്ച ആനയാണോ നിന്റെ സ്കൂട്ടർ പിന്നാലെ ഇങ്ങനെ അല്ല, ഇതിങ്ങനെ കളിക്കണല്ലോ, തൊടുന്നില്ലല്ലോ. തൊട്ടളിക്കാൻ നിൽക്കരുതേ. അല്ല, കളിക്കണല്ലോ, തൊടുന്നില്ലല്ലോ. ആനയും കൂടി തൊട്ടളിക്കുക. നിങ്ങൾ തൊട്ടടിക്കാണ്. അല്ല, നിങ്ങൾ ആനയും കൂടി തൊട്ടടിക്കാണ്. ഈ ആനയും കൂടി തൊട്ടളിക്കാണ്. നിങ്ങൾ ആനയും ഞാനും കളിക്കരുത് കേട്ടാ. ഇല്ലല്ല. ആർട്ട് ഹൗസാണിത്. ഇല്ല, നീ എന്ത് ചെയ്യും അതാണ് ചോദ്യം. രണ്ടാമത്തെ കുരുട്ട് ചോദ്യം. ഇതെങ്ങനെയാണ് ഇങ്ങനെ തൊലക്കമ്മല ചോദ്യം കിട്ടണേ? ഇപ്പൊ നമ്മൾ എന്താക്കാനാണ്? ആന തൊടുന്നില്ല ഇങ്ങനെ കളിക്കണേ ഉള്ളൂ. അല്ലോ, നായോ പറ്റിയാൻ നമുക്ക് കല്ലെടുത്തെറിയാൻ. ഇതിപ്പോ എന്താക്കാനാണ്? വലിയ ജീവിയല്ലേ ആനാന്ന് പറഞ്ഞാല്. തൊടാണ്ടിങ്ങനെ കളിക്കാണ്. തൊട്ട് പിറകെ തന്നെ ഉണ്ട്. ഞാൻ സ്കൂട്ടറിൽ ഇങ്ങനെ പോവുകയാണ്. നാദാപുരം ടൗണാണ്, പെരുന്നാളിന്റെ തിരക്കും. സാറേ, അല്ല, നിങ്ങൾ പറഞ്ഞ ടൗണിൽ കൂടെ വേറെ വാഹനമൊക്കെ പോണ്ടോ? ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകണ്ടല്ലോ. അല്ല, വേറെ വാഹനമൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകണ്ടല്ലോ. കാറും ജീപ്പൊക്കെ പോണ്ടോ? കാറും ജീപ്പൊക്കെ പോകണ്ടോ. സ്കൂട്ടർ പോണ്ടോ? സ്കൂട്ടറൊക്കെ ഇഷ്ടംപോലെ പോകണ്ടല്ലോ. ഇഷ്ടംപോലെ സ്കൂട്ടർ തന്നെ പോണ്ടോരടങ്ങാൻ. ഈ ഞാൻ എന്തിനാണ് എന്റെ സ്കൂട്ടറിന്റെ പിറകെ തന്നെ ഇങ്ങനെ വരണേ? വേറെ എത്ര സ്കൂട്ടർ പോണ്ട്? നടക്കൂല എന്നോടല്ലേ. മൂന്നാമത്തെ ടഫുള്ള ചോദ്യത്തിലേക്ക് കിടക്കാണ് ഞാൻ. നിങ്ങളൊരു കൊട തരുമോ? എന്തിനാണ്? ഉപ്പല് മഴ പെയ്യും പോലെ പെയ്യുണ്ട്, അതുകൊണ്ടാണ്. മൂന്നാമത്തെ കഠിനമായ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഇതിനെങ്കിലും കറക്റ്റ് മറുപടി പറഞ്ഞല്ലേ തനിക്ക് ലൈസൻസ് തരില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വയനാട് ചുരം. വയനാട് ചുരം ആകാശത്തിലാണ്. ഇവിടെ വയനാട് ചുരം സങ്കല്പമാണല്ലോ. വയനാട് ചുരത്തിന് പോകുന്നു. നീ നിന്റെ കാറിൽ ഇങ്ങനെ അടിച്ചു വിട്ടിങ്ങനെ വരികയാണ്. സ്കൂട്ടറൊക്കെ പോയി. വയനാട് ചുരത്തിന് പോകുന്നു. നീ നിന്റെ കാറിൽ ഇങ്ങനെ അടിച്ചു വിട്ടിങ്ങനെ വരികയാണ്. 120 സ്പീഡിലാണ് വരുന്നത്. അല്ലാന്ന് അതൊരു അറവ് പിടിച്ചിടും. നടക്കില്ല. 120 സ്പീഡ് തന്നെ പോകണം. വയനാട് ചുരാണ്. 120 സ്പീഡ് തന്നെ പോകണം. താഴോട്ടാണ്. 120 സ്പീഡ് പോകണം. 120 സ്പീഡിൽ അടിച്ചു വയനാട് ചുരത്തിന് മക്കാത്തമായി കൊല്ലികളാണ്. ഒരു ഭാഗത്ത് മാത്രമേ കൊല്ലുള്ളൂ. ഇടക്കിടക്ക് ഞാൻ പോണാണ്. ഇരു സൈഡ് മക്കാത്തമായ കൊല്ലികളാണ്. അടിച്ചു വിട്ടിങ്ങനെ വരികയാണ്. വളഞ്ഞു പിടിച്ചിങ്ങനെ വരികയാണ്. കോൺഗ്രസ്സുകാർ ഇങ്ങനെ വരികയാണ്. 120 സ്പീഡിൽ ഇങ്ങനെ വരികയാണ്. കോട ഇറങ്ങിയിട്ടുണ്ട്. അല്ല, കടിക്കോ? എന്ത് കോട? ഇവിടെ മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട്. അടിച്ചു വിട്ടിങ്ങനെ വരികയാണ്. വളഞ്ഞു പിടിച്ചിങ്ങനെ വരികയാണ്. 120 സ്പീഡിൽ ഇങ്ങനെ വരികയാണ്. കോൺഗ്രസ്സുകാർ ഇങ്ങനെ വരികയാണ്. വയനാട് ചുരത്തിന് ഇങ്ങനെ വരികയാണ്. വന്നോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് എന്റെ വണ്ടിന്റെ ബ്രേക്ക് അങ്ങോട്ട് പൊട്ടി. ഇതെന്നല്ല ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോന്നേ? എങ്ങനെ മനസ്സിലായി? ഇത് മനസ്സിലാക്കാൻ എമ്മേ വരെ പഠിക്കണല്ലോ. വണ്ടി വയനാട് ദർശനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഉണക്കൊണക്കൊണാന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോ വണ്ടിയിലെ ബ്രേക്ക് ഒന്ന് പൊട്ടിപ്പോല്ലോ. അല്ലല്ലേ? അല്ലോ, ബ്രേക്ക് പൊട്ടി പോയല്ലോ. എന്താണ് ബ്രേക്ക് പൊട്ടിപ്പോയല്ലോ? ഇവിടെ ബ്രേക്ക് പൊട്ടി താനെന്ത് ചെയ്യും? മനസ്സിലാണല്ലോ. എന്താണ് ഇവിടെ ബ്രേക്ക് പൊട്ടി താനെന്ത് ചെയ്യും? എന്താണ് ഇവിടെ ബ്രേക്ക് പൊട്ടി താനെന്ത് ചെയ്യും? പൊട്ടല്ലോ. അമ്മ ഇറക്കുന്ന പൊക്കലുകൾ പോണേ. വണ്ടി എടുക്കുമ്പോ ഞാൻ പറഞ്ഞ സൂപ്പർ 120 വണ്ടി എടുക്കണ്ടാന്ന്. ബീബറോടൊരു മനുഷ്യൻ 120 വണ്ടി എടുക്കാൻ ചങ്ങായി വയനാട് ചുരത്തിന് പോകുന്നത്. ഈ എന്താളെ പൊട്ടനാക്കാണ്. എത്ര കാലമായി ചങ്ങായി നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒറ്റ ചവിട്ടിന്റെ നെഞ്ഞിന്റെ പലക നമ്മൾ ഔട്ടായിക്കാണ്. വെറുതെ വർത്താൻ പറയാക്കുണ്ടെങ്കിൽ എന്താ വിചാരിച്ച് നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളനുസരിച്ചാണ്. തെറ്റാ മോശക്കാരനാട്ടോ. നമ്മൾ ഇത്ര നേരം ഒന്നും മിണ്ടാൻ
കാരണം എന്താണെന്നറിയ ഈ എവിടത്തെ പോകുന്നറിയാൻ വേണ്ടിയിട്ടാണ്. കടപ്പുറാണ് കളിക്കാക്കണ്ട, തെറ്റിയ വളരെ മോശക്കാരനാണ് നമ്മള്. വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞാണ് 120 വണ്ടി എടുക്കട്ടാണ്. വണ്ടി കൊണ്ട് ചിലക്കമില്ലാക്കില്ലപ്പോൾ ഇതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലാക്ക് ബ്രേക്ക് പൊട്ടി ബ്രേക്ക് പൊട്ടിയുടെ 120 വണ്ടി എടുത്താല് ഒരൊറ്റ തവണ അപ്പുറം പോകുന്ന പോകും. വെറുതെ ഭർത്താൻ പറയാൻ നിൽക്കണ്ടെങ്കിൽ തെറ്റിയ മോശക്കാരനാണ് നമ്മള്. കള്ള നമുക്ക് ബ്രേക്ക് പൊട്ടി വെറുതെ ഭർത്താൻ പറയാൻ നിൽക്കണ്ടെങ്കിൽ എനിക്ക് വെറുപ്പിടിക്കുന്നുണ്ട് വല്ലാണ്ട്. എന്തെങ്കിൽ കാലത്ത് ഇറങ്ങിയത് ഇതിപ്പോ ഞാൻ എന്താക്കാനാണ്? കാറിൻ്റെ എല്ലിക്കുട്ടിയന്മാരുണ്ടാവും പിട്ടീൻ്റെ അടുത്ത്. ഞാനില്ലല്ലോ കാർ, നിങ്ങളല്ലേ കാറിൽ വണ്ടിൻ്റെ അടുത്ത് നിങ്ങളില്ലല്ലേ? ഞാനില്ല. നിങ്ങൾ ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് ഇവിടെ കുത്തുന്ന ചലിച്ചാൽ മതിയല്ലോ. കള്ള ഹിമാറി ഇതിപ്പോ എന്താക്കാനാണ് നമ്മള്? നല്ല മൊഞ്ചുള്ള കാറ് തന്നെ. ബ്രേക്ക് പൊട്ടി പൊട്ടിയാൽ ഞാൻ പുല്ലും കൂടുതൽ കയറ്റും. പുല്ലും കൂടെ ഒന്നും വയനാട്ടിലുണ്ടാവും. വായ കൂടുതൽ കയറ്റും. വായക്കൂടെ കൊണ്ടിരിക്കല്ലോ വയനാട്ടിൽ. അല്ല ഇപ്പൊ ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് തരും. തരണോ ഞാൻ തീരുമാനിച്ചു. തരണോ തീരുമാനിക്കുള്ളൂ. അലക്കമലാണ് ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് എന്റെ ഓഫീസ് നമ്മൾ ഇറങ്ങുള്ളൂ. ഉറപ്പാണ്. എന്റെ ഉത്തരം പറഞ്ഞപ്പോൾ എന്റെ വണ്ടി മുരാട് പോകാത്തിനകത്ത് പോലീസുകാരും പിടിച്ചിട്ടാണ്. ഉത്തരം പറ്റി രണ്ടാലും ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആരും ഒരാൾ മതി. ഇതിന്റെ ഉത്തരം മാറ്റം നമ്മൾ കൊള്ളു. വയനാട് ചരം അല്ലോ എരിവ് ഉന്നലുണ്ടായിരിക്കുന്നു കൊള്ളപ്പന്നി. വയനാട് ചരത്തിന് മോളിന് കോൺഗ്രസിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരികയാണ്. തായോട്ട് ഇങ്ങനെ വരികയാണ്. കോൺഗ്രസിലാണ് വരുന്നത്. 120 വരുന്നത്. അന്ന് അടുക്കെന്തെങ്കിലും തരും നമ്മള്. 120 ഇങ്ങനെ വരികയാണ്. തായോട്ട് ഇങ്ങനെ വരികയാണ്. വളഞ്ഞു പോലെ ഇങ്ങനെ വരികയാണ്. ഇരുഭാഗത്തും അഗാധമായ കൊല്ലിയാണ്. അത് നമുക്ക് വിഷയമില്ലല്ലോ. വാണ്ടാലടങ്ങിയ കൊല്ലിയാണ്. അതും വിഷയമല്ല. ഇങ്ങനെ വരികയാണ്. കോട ഇറങ്ങിയിട്ടുണ്ട്. അതും വിഷയമല്ല. തായോട്ട് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്നോണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് എന്റെ വണ്ടിക്ക് ബ്രേക്ക് അങ്ങോട്ട് വന്ന് ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ എന്തായി? ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ എന്തായി? ഇവിടെ ചങ്ങായി ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ എന്താ ചങ്ങായി? വെറുതെ ഭർത്താൻ പറയാൻ നിൽക്കണ്ട. കണ്ണടിച്ച് പൊട്ടിച്ചപ്പിന് എനിക്ക് കണ്ണ് കാണാനാകും. വെറുതെ ഒരു ഭർത്താൻ പറയാൻ നിൽക്കണ്ട. തീർന്നിട്ടില്ല. അങ്ങനെ വണ്ടി സ്പീഡാക്കും. 2 ഡോറും തുറന്ന് നമ്മൾ രക്ഷപ്പെട്ട് എത്തിരുന്നെ. ഇവിടെ ബ്രേക്ക് പോയ വണ്ടിക്ക് എങ്ങനെയാണോ ബ്രേക്ക് വരുന്നത്? ബ്രേക്ക് പോയ വണ്ടിക്ക് ബ്രേക്ക് വന്നാൽ എന്താ ചങ്ങായി? വെറുതെ ഭർത്താൻ പറയാൻ നിൽക്കണ്ട. ഈ വന്നപ്പോൾ മുതൽ ആളെ പൊട്ടനക്കാൻ തുടങ്ങിയാണ്. എന്റെ സ്കൂട്ടർ കൊണ്ട് റെയിലുമേൽ ബ്ലോക്കാക്കി. ഒരു പരാന്ത് പിടിച്ച ആനനെ എന്റെ സ്കൂട്ടറിനെ പിറകെ പായിപ്പിച്ച് ഒരു നല്ല മൊഞ്ചുള്ള മനോഹരമായ കോണ്ടത്തെ കാറ് കൊണ്ടിച്ച് വയനാട് ചുരത്തിന്റെ വന്ന് പണ്ടാരിറക്കി. വന്നപ്പം മുതൽ ഈ തുടങ്ങിയാണ് സങ്കല്പാണെന്ന്. ഇത് ഒന്ന് അങ്ങോട്ട് സങ്കല്പിച്ചൊക്കെ കയ്യെ പോയിക്കവിടുന്ന്.